മുത്തശ്ശിയുടെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോറ് കൊണ്ടുള്ള അരിപ്പത്തിരിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഈ ചാനലിൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടും. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു നെയ്പത്തിരിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് പിറ്റേ ദിവസത്തേക്കാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നെയ്പത്തിരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുക്കുന്നത്. നമ്മൾ അരി വയ്ക്കുന്ന ചോറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കപ്പിൽ തന്നെ സെയിം അളവിൽ തന്നെയാണ് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരിപ്പൊടിയും ചേർത്തൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മളിതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റും. കാരണം ചോറിൽ തന്നെ അധികം ചെറിയ നനവുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കത് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നെയ്പത്തിരിയിലേക്ക് അരച്ചിടാനായിട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വേണം. 1 സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ 1/2 കപ്പ് തേങ്ങയും വേണം. നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. മിക്സിയിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി. നമുക്കതൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി നമുക്കിത് ചോറും അരിപ്പൊടി അരച്ച് വെച്ചതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. 1 സ്പൂൺ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നെയ്യും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ചോറ് അരച്ചപ്പോൾ ചേർത്തിരുന്നു. പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമുക്ക് മാവ് ഇച്ചിരി ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മൾ തിളച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പത്തിരി നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് എടുക്കണം. നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോഴായിരിക്കും പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. റവ കൂടി ചേർക്കുമ്പോഴായിരിക്കും നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റായിട്ടും മാവ് പത്തിരി ഉണ്ടാക്കുമ്പോൾ വരുള്ളൂ. അപ്പോൾ ഈ ചോറായതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കുന്നത്. ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മളത് നന്നായിട്ട് കുഴയ്ക്കുമ്പോഴായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ നെയ്യും നമ്മൾ അരച്ച് എടുത്ത തേങ്ങയും പെരിഞ്ജീരകവും ചോറും അരിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ ആ പത്തിരി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് പത്തിരിയായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നെയ്പത്തിരി പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തുള്ളി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തൂത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ പത്തിരി നമുക്ക് ഒട്ടിപ്പിടിക്കുകയില്ല, നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇനി അത് നമുക്ക് ചെറിയൊരു ഉരുളി എടുത്തിട്ട് നമുക്ക് ഈ പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് എളുപ്പത്തിൽ മുറിച്ചെടുക്കാനും പറ്റും. ഇപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പത്തിരിയായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ശരിക്കും ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ പത്തിരിയായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. എണ്ണയിലേക്ക് ഇട്ടിട്ട് തീ ലോ ഫ്ലെയിമിലാക്കി കുറച്ച് സമയം നമ്മൾ ഇട്ട് വേവിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടും. എന്നിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് നമ്മൾ ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്കിയുള്ള പത്തിരിയും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇപ്പോൾ നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഈ നെയ്പത്തിരി നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റാണ്. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വെച്ചാലും ഇത് ഒട്ടും തന്നെ കേടാവില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് കുപ്പിയിലടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാനും സാധിക്കും.